ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് അഡലേഡിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇന്ന് 2 മെയ്യിൽ വന്ന ഒരു ചേഞ്ച്, ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് വിസ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് വന്നൊരു ചേഞ്ചിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും 23 മാർച്ച് 2024 വന്ന GTയിൽ വന്ന ചേഞ്ചസ് കൂടാതെ അതിനോടനുബന്ധിച്ച് വന്ന പുതിയൊരു റിക്വയർമെൻറ്റാണ് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റിൽ വന്ന ചേഞ്ചസ്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓസ്ട്രേലിയയിൽ വന്ന് താമസിക്കുമ്പോഴുള്ള ലിവിങ് കോസ്റ്റിൽ എത്ര ഡോളർ വേണം, എത്ര ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണണം എന്നുള്ളതിനെപ്പറ്റി നേരത്തെ ഉണ്ടായിരുന്ന ഫിഗറിൽ നിന്ന് ഒരു 20% ഇൻക്രീസ് ഇപ്പം കാണിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിനകത്ത് സ്റ്റുഡൻറ്റ് വിസയുടെ കാറ്റഗറിയിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തൊട്ടാണ് അത് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു 20% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു അറൗണ്ട് 12 ലാക്ക് ആയിരുന്നു ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന്, ഡിപ്പെൻഡൻ്റ് ഒന്നും ഇല്ലാതെ, പാർട്ണറൊന്നും ഇല്ലാതെ ഒരാൾക്ക് വേണ്ടി ഒരു ലിവിങ് കോസ്റ്റ് 1 ഇയറിൽ കാണിക്കേണ്ടത്. അതിപ്പോൾ അത് ചേഞ്ച് ചെയ്ത് 15 ലാക്ക് അറൗണ്ട് 20% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് നമ്മൾ നേരത്തെ എത്രയായിരുന്നു നമ്മൾ ITR പേരൻസിൻ്റെ ഒക്കെ കാണിച്ചത്, അതിൽ നിന്നൊരു 20% മോർ കാണിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് കൂടാതെ നമുക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാനായിട്ടുള്ള ഫീസിൻ്റെ എവിഡൻസ്, നമ്മുടെ ഇനഫ് മണി നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുണ്ടെന്നുള്ള എവിഡൻസ്, ആ റിക്വയർമെൻറ്റ് നമ്മൾ കാണിക്കുന്നത് നേരത്തെ എത്രയായിരുന്നു നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്നൊരു 20% മോർ കാണിക്കേണ്ടതായിട്ട് വരും. ഇന്ന് തൊട്ട് 2 മെയ് തൊട്ട് വന്ന റൂളാണ്. നന്ദി, നമസ്കാരം.